ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 80. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. തലയോട്, നട്ടെല്ല്, മാറെല്ല്, വാരിയെല്ലുകൾ എന്നിവ ഉൾപ്പെടുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. തലയോട്, നട്ടെല്ല്, മാറെല്ല്, വാരിയെല്ലുകൾ എന്നിവ ഉൾപ്പെടുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. തോളെല്ല്, ഇടുപ്പെല്ല്, കൈകളിലെ അസ്ഥികൾ, കാലുകളിലെ അസ്ഥികൾ എന്നിവ ഉൾപ്പെടുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അനുബന്ധാസ്ഥികൂടം. തോളെല്ല്, ഇടുപ്പെല്ല്, കൈകളിലെ അസ്ഥികൾ, കാലുകളിലെ അസ്ഥികൾ എന്നിവ ഉൾപ്പെടുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അനുബന്ധാസ്ഥികൂടം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. തലയോട്, നട്ടെല്ല്, മാറെല്ല്, വാരിയെല്ലുകൾ എന്നിവ ഉൾപ്പെടുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. അതുപോലെ തോളെല്ല്, ഇടുപ്പെല്ല്, കൈകളിലെ അസ്ഥികൾ, കാലുകളിലെ അസ്ഥികൾ എന്നിവ ഉൾപ്പെടുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് അനുബന്ധാസ്ഥികൂടം. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികൾ 126. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികൾ 126. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80ഉം അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികൾ 126ഉം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ, തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയെല്ല്. ഫീമറിൻ്റെ ശരാശരി നീളം 50 സെൻറ്റിമീറ്ററാണ്. ഫീമറിൻ്റെ ശരാശരി നീളം 50 സെൻറ്റിമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്, വലുത് ഫീമർ, തുടയല്ല്. സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞാൽ ചെവിയിലെ മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. ചെവിയിലെ മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. അപ്പോൾ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികൾ 126. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയെല്ല്. ഫീമറിൻ്റെ ശരാശരി നീളം 50 സെൻറ്റിമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. ചെവിയിലെ മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓസ്റ്റിയോളജി എന്നറിയപ്പെടുന്നു. ഓസ്റ്റിയോളജി. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓസ്റ്റിയോളജി. ടിബിയ, ഫിബുല എന്നീ അസ്ഥികളിൽ കാണപ്പെടുന്നത് കാലുകളിലാണ്. ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കാലുകളിൽ. അപ്പോൾ അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓസ്റ്റിയോളജി. ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കാലുകളിൽ. റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കൈകളിലാണ്. റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കൈകളിൽ. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി കീഴ്ത്താടിയെല്ല്. കീഴ്ത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാൻഡിബിൾ. കീഴ്ത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം മാൻഡിബിൾ. മേൽത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം മാക്സില്ല. മേൽത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം മാക്സില്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. മനുഷ്യൻ്റെ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം 22. മനുഷ്യൻ്റെ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം 22. അപ്പോൾ റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കൈകളിൽ. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി കീഴ്ത്താടിയെല്ലാണ്. കീഴ്ത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാൻഡിബിൾ. മേൽത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം മാക്സില്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. മനുഷ്യൻ്റെ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം 22. മനുഷ്യൻ്റെ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. മനുഷ്യൻ്റെ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8.
മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യൻ്റെ വാരിയെല്ലുകളുടെ എണ്ണം 24. വാരിയെല്ലുകൾ, മനുഷ്യൻ്റെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. മനുഷ്യൻ്റെ മാറലുകളുടെ എണ്ണം 1. മനുഷ്യൻ്റെ മാറലുകളുടെ എണ്ണം 1. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30. അപ്പോൾ മനുഷ്യൻ്റെ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യൻ്റെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. മനുഷ്യൻ്റെ മാറല്ലുകളുടെ എണ്ണം 1. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30. അതുപോലെ നട്ടെല്ലിലെ ആദ്യത്തെ കശേരുവാണ് അറ്റ്ലസ്. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ്. നട്ടെല്ലിലെ അവസാനത്തെ കശേരു കോക്സിസിസ്. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ്. നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരു കോക്സിസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. റെഫ്രിജറേറ്ററിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. റെഫ്രിജറേറ്ററിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം അമോണിയ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. അപ്പോൾ അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. റെഫ്രിജറേറ്ററിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം അമോണിയ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പ്. ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് 500 ഡിഗ്രി സെൽഷ്യസ്. ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് 500 ഡിഗ്രി സെൽഷ്യസ്. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകമാണ് അമോണിയ. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് നെസ്ലേഴ്സ് റിയേജൻറ്റ്. നെസ്ലേഴ്സ് റിയേജൻറ്റ്. അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തം നെസ്ലേഴ്സ് റിയേജൻറ്റ്. അപ്പോൾ ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് 500 ഡിഗ്രി സെൽഷ്യസ്. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തം നെസ്ലേഴ്സ് റിയേജൻറ്റ്. നിർമ്മാണ പ്രക്രിയകൾ. മഗ്നീഷ്യം നിർമ്മിക്കുന്ന പ്രക്രിയ ഡവ് പ്രക്രിയ. സ്റ്റീൽ ഉരുക്ക്. ബെസിമർ പ്രക്രിയ. ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. സോഡിയം ഡൗൺസ് പ്രക്രിയ. സ്വർണം സയനൈഡ് പ്രക്രിയ. വെള്ളി സയനൈഡ് പ്രക്രിയ. അപ്പോൾ മഗ്നീഷ്യം ഡവ് പ്രക്രിയ, സ്റ്റീൽ ഉരുക്ക്, ബെസിമർ പ്രക്രിയ, ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ, സോഡിയം ഡൗൺസ് പ്രക്രിയ, സ്വർണം വെള്ളി സയനൈഡ് പ്രക്രിയ. അതുപോലെ പ്ലാറ്റിനം സയനൈഡ് പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ. അലുമിനിയം ഹാൾ ഹെറാൾഡ് പ്രക്രിയ. അലുമിനിയം ഹാൾ ഹെറാൾഡ് പ്രക്രിയ. ജലശുദ്ധീകരണം ഡിസ്റ്റിലേഷൻ. നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾ പ്രക്രിയ. ഘനജലം ഗിർലർ സൾഫേറ്റ് പ്രക്രിയ. ഗിർലർ സൾഫേറ്റ് പ്രക്രിയ. അപ്പോൾ പ്ലാറ്റിനം സയനൈഡ് പ്രക്രിയ, സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ, അലുമിനിയം ഹാൾ ഹെറാൾഡ് പ്രക്രിയ, ജലശുദ്ധീകരണം ഡിസ്റ്റിലേഷൻ, നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾ പ്രക്രിയ, ഘനജലം ഗിർലർ സൾഫേറ്റ് പ്രക്രിയ.